വാർത്ത എന്ന് വെച്ചാലേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമായ മുരാരി ബാബു അന്തരിച്ചു എന്നുള്ളതാണ്. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. പുലർച്ചെ 1 മണിയോടുകൂടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നു. അജിത്, ഈ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഈ മരണം സംഭവിക്കുന്നത്. അർബുദബാധിതനായിരുന്നു, കരളിനായിരുന്നു അർബുദം ബാധിച്ചത്. പക്ഷേ ഇത് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി ചികിത്സ നേരത്തെ തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 90 ദിവസത്തിന് കഴിഞ്ഞിട്ടും വെബ്സൈറ്റ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനെ തുടർന്നായിരുന്നു പിന്നീട് വിജിലൻസ് കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യം ഒക്കെ ലഭിച്ചത്. ദ്വാരപാലക കേസിലും അതുപോലെ കട്ടിളപ്പാളി കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് നേരെ നിരവധി ചോദ്യങ്ങളടക്കം വരുന്നു. ഒരു ദേവസ്വം ജീവനക്കാരന് എത്രത്തോളം സ്വത്തുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടന്നു വരുന്ന പശ്ചാത്തലവും ഉണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 10:30 ഇത്തരത്തിൽ കോട്ടയത്തെ വീട്ടിലേക്ക്, ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക. ഓക്കെ, ശരി. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും മുൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുമായിരുന്ന മുരാരി ബാബു അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത.